been here before. I know that I must have met you in a past life. Got my heart on the floor. ഹലോ വെൽക്കം ടു ക്രാഫ്റ്റ്സിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒട്ടും പ്ലാൻ ചെയ്യാത്ത കംപ്ലീറ്റ്ലി അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പാണ്. സാറ്റർഡേ നൈറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് സൺഡേ ഏർലി മോർണിംഗ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഹോട്ടൽ ശരവണാസ്, ഞാൻ ഓർക്കുന്നില്ല ഇത് ഏതാ സ്ഥലമൊന്നും ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു പുതിയ ശരവണാസ് ആണെന്നാണ് തോന്നുന്നത്. കാര്യം നല്ല വെൽ മെയിൻറ്റെയിൻഡ്, നല്ല രസമുണ്ട്. ഫുഡും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോയത്. ഞങ്ങൾക്ക് ആക്ച്വലി സ്ഥലങ്ങളോ ഒന്നും ആരോടും ചോദിക്കാനോ ഒന്നും നിന്നില്ല. പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് കറക്റ്റ് ഫസ്റ്റ് എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ മാപ്പിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോവാണ്. അപ്പം നിയർ ബൈ ലൊക്കേഷൻ ഞങ്ങൾ നോക്കിയപ്പം നെക്സ്റ്റ് വരുന്നത്, അതായത് തൊട്ടടുത്തുള്ളത് സാന്റാക്രൂസ് ചർച്ചാണുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ മുന്നേ പോയിട്ടില്ലാത്തത് കൊണ്ട് നമുക്കവിടെ കയറിയിട്ട് പിന്നെ ബാക്കി പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി അത് ഓപ്പൺ അല്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് പിന്നെ ഗേറ്റ് ഓപ്പൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി അകത്ത് കയറ്റാൻ പറ്റി. പിന്നെ അതുപോലെ നല്ല രസമാണ്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസാണ്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു. ഞങ്ങൾ 5 പേരാണ് പോയത്. അപ്പം നോർമൽ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, ഞാനും ഹസ്ബൻഡും മോളും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫുമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും കുറേ സ്ട്രീറ്റൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിയർ ബൈ കുറച്ച് സ്ട്രീറ്റിലൊക്കെ പോയി. നല്ല രസമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു, അതായത് ഞങ്ങൾ പോകുന്നതിന് മുന്നേ കുറച്ച് സ്ട്രീറ്റൊക്കെ പോകണം, കുറേ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ലൊക്കേഷൻ ഇട്ടപ്പോൾ കിട്ടിയ പിന്നെ അവിടെയൊക്കെയാണ് പോയത്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, എല്ലാം കാണാനൊക്കെ നല്ല രസം, ഭയങ്കര ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ അവിടെ മിക്കയിടത്തും ഈ സേവ് ദ ഡേറ്റ് അതുപോലെ ഫോട്ടോഷൂട്ടിനൊക്കെ വന്ന ആൾക്കാരാണ് കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അവർ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് കയറും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ സംഭവം ഞങ്ങൾക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, എവിടെയൊക്കെ പോകണമെന്നോ ഒന്നും പ്ലാൻ ചെയ്യാനുള്ളൊരു ടൈം കിട്ടാത്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അല്ലാതെ നോക്കുകയാണെങ്കിൽ നൈസ് ട്രിപ്പായിരുന്നു അത്. പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ പോയപ്പോൾ അവിടെ ഇങ്ങനെ അവിടെ അടുത്ത് തന്നെ വാട്ടർ മെട്രോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഒരു റൗണ്ട് പോയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചാണ് നേരെ അങ്ങോട്ട് പോയത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഒത്തിരി ദൂരമുണ്ട് ഇവിടെ നിന്ന് നടക്കാൻ. ഞങ്ങൾക്ക് കറക്റ്റ് സ്ഥലങ്ങൾ പോയിൻ്റ് ചെയ്ത് പോകാൻ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം നിന്ന്, നല്ല രസമാണ് കേട്ടോ അവിടെ നിൽക്കാനും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നടന്നു വാട്ടർ മെട്രോ എവിടെയാണോ, അപ്പം ഇവിടുന്ന് നല്ല ദൂരമുണ്ട് നടക്കാൻ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്ക് നടന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നടന്നപ്പോൾ നമുക്കത്രയും ഒരു മുഷിവോ ഒന്നും തോന്നുന്നില്ല, നല്ല രസമാണ്, നല്ല കാറ്റൊക്കെ കൊണ്ട് നമ്മൾ ഈ ഒരു സൈഡ് വഴി പിന്നെ കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. പക്ഷെ നമ്മൾ പിന്നെ അങ്ങ് വാട്ടർ മെട്രോയുടെ അവിടം വരെയും നടന്ന് തന്നെയാണ് പോയത്. അപ്പോൾ നടന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഹൈക്കോടതിയിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ അവിടെ ക്യൂ നിൽക്കണം. പിന്നെ അവിടെ ഇറങ്ങിയിട്ടും അവിടെ വലിയ സ്ഥലങ്ങളുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ചോദിച്ചവർക്കും പിന്നെ അവർ പറഞ്ഞു അവിടെ കാണാനായിട്ട് വലിയ സ്ഥലങ്ങളൊന്നും ഇല്ല, പിന്നെ അവിടെ ക്യൂ നിന്നിട്ട് വേണം തിരിച്ചു വരാനെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് വരണമെങ്കിൽ തന്നെ നല്ല ദൂരമുണ്ട്. പിന്നെ നമ്മൾ നടന്ന് അത്രയും ദൂരം തിരിച്ച് വരണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ഓട്ടോ എടുത്ത് ഞങ്ങൾ വണ്ടിയുടെ അടുത്തോട്ട് വന്നു. അപ്പോൾ ഇതിനിടയിൽ നല്ല രസമാണ് കേട്ടോ, പിള്ളേർക്കൊക്കെ ഫോട്ടോ എടുക്കാനും അതുപോലെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. രസയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ ഇങ്ങനെ ആടിപ്പാടി നടക്കുമായിരുന്നു, പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച്. അവളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല അവളെ. ഞങ്ങൾ കുറച്ച് നാളായിട്ടിപ്പോൾ സ്റ്റേ എടുക്കുന്നതും എവിടെയെങ്കിലും പോകുന്നതൊക്കെ ഈ വാഗമൺ, കോട്ടയം അങ്ങോട്ടുള്ള അവിടെയൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് ഇന്ന് കൊച്ചിയിലോട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ വരും. കാര്യം ഇത് പ്ലാൻഡ് അല്ല, ഒന്ന് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാമായിരുന്നു എന്ന് തോന്നി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ നടന്ന് വാട്ടർ മെട്രോയുടെ അവിടെ എത്താറായി. കുറച്ചും കൂടെ ഉള്ളൂ ഡിസ്റ്റൻസ് നടക്കാൻ. അപ്പോൾ തന്നെ ഏകദേശം ലഞ്ച് ടൈമായി.
പിന്നെ ഞങ്ങൾ ഹൈക്കോർട്ടിൽ പോയി, വാട്ടർ മെട്രോ കയറി, പിന്നെ തിരിച്ചു വന്ന് ഒത്തിരി ടൈമും പോകും. അതുകൊണ്ട് ഞങ്ങളത് പിന്നെ സ്കിപ്പ് ചെയ്തു. ഞങ്ങൾ പിന്നെ തിരിച്ച് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ മൂവിയിൽ മമ്മൂട്ടി ബിലാലിൻ്റെ ബ്രദേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്പോട്ട് വാസ്കോ ഹൗസ് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്താണെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ അവിടെ പോയി അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങിയത്. അതുപോലെ ഇതിനടുത്ത് തന്നെയാണ് കൂനൻകുരിശ് പഴയ സുറിയാനി ചർച്ചൊക്കെ ഇതിനടുത്ത് തന്നെയാണ്. എല്ലാം അടുത്ത് നിയർ ബൈ ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് പാരഗണിലോട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ തന്നെ ഏകദേശം ഒരു 1:32 ഒക്കെ ആയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴും നല്ല തിരക്കായിരുന്നു, നല്ല റഷായിരുന്നു. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യൂവിനും പ്രത്യേകം പേരൊക്കെ എഴുതി കൊടുക്കണം, എത്രാമത്തെ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഈ 5 സീറ്റിന് വേണ്ടി ഞങ്ങൾക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു, ഒരു 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. പക്ഷേ ഫുഡ് നമുക്ക് പെട്ടെന്ന് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നത് ഇൻഡോ പോർച്ചുഗീസ് മ്യൂസിയത്തിലോട്ടാണ്. അപ്പോൾ ഇത് ആക്ച്വലി പിന്നെ സ്ഥിതി ചെയ്യുന്നത് ഈ ബസേലിക്ക ചർച്ചിൻ്റെ ആ ഒരു അണ്ടറിൽ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 20 rupees പെർ ഹെഡ് അങ്ങനെ എന്തോ ഉള്ളൂ. നമുക്ക് പക്ഷേ ക്യാമറ, വീഡിയോസോ ഫോട്ടോസൊന്നും നമുക്ക് അതിനുള്ളിൽ എടുക്കാൻ പാടില്ല. പഴയ എല്ലാ ചർച്ചുകളിലുള്ള എല്ലാ കലാരൂപങ്ങളും പിന്നെ ഈ മ്യൂസിയത്തിനകത്തുണ്ട്. അപ്പോൾ കാണാനൊക്കെ നല്ല രസമാണ്. നമുക്ക് ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ചർച്ചുകളിലൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഇനാഗ്രേഷൻ ഒക്കെ നടന്നത് 2000-ലൊക്കെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോകാനാണെങ്കിലും. പിന്നെ ഈ മ്യൂസിയം എന്ന് പറയുന്നത് ഒരുപാട് നേരം ഒത്തിരി നടന്ന് കാണുന്ന അത്രയും ഇല്ല, വളരെ ഒരു 15 to 30 minutes കാണുന്ന അത്രേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഒത്തിരി ടൈം പോകും അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ എന്തായാലും അവിടെ പോയൊന്ന് വിസിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മെട്രോയിലേക്കാണ് പോയത്. അപ്പോൾ മെട്രോയിലും ഞങ്ങൾ കയറിയിട്ടില്ല, ഇത്രയും നാളായിട്ട് ഞങ്ങൾ കയറിയിട്ടില്ല. അപ്പോൾ പിന്നെ മോളുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമ്മൾ മെട്രോയിലും കൂടെ കയറിയിട്ട് തിരിച്ചിറങ്ങാം. ഇപ്പോൾ തന്നെ ഏകദേശം 4:30 ഒക്കെ ആയി. അങ്ങനെ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാനും, അവൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ പോകാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ തൃപ്പൂണിത്തറ വരെയാണ് ടിക്കറ്റ് എടുത്തത്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഫോർട്ട് കൊച്ചിയിലോട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങളിനി നെക്സ്റ്റ് മന്തോ അത് കഴിഞ്ഞിട്ടോ ഞങ്ങൾ എന്തായാലും ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ സ്റ്റേ ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അപ്പം ഞങ്ങൾ എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവിടെയൊക്കെ പോകുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. സജഷൻസോ കമൻറ്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം.